ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 അമ്മ അമ്മ ഇന്ന് ആ റൂമിലാണോ കിടന്നുറങ്ങുന്നത്? ഏത് റൂമില്? അല്ല, അങ്കിൾ ഇപ്പൊ കിടന്നുറങ്ങുന്ന റൂമിലാണോ അമ്മ ഇന്ന് കിടന്നുറങ്ങുന്നതെന്ന്. അതിലല്ലേ ഞാൻ കിടന്നോണ്ടിരിക്കുന്നേ. എന്നത്തെയും പോലെ അല്ല, ഇന്ന് രാത്രിയും അമ്മ അതിന്റെ അകത്താണോ കിടന്നുറങ്ങുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ചിലപ്പം മാറിക്കിടക്കാം. അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അയ്യേ, മാറിക്കിടക്കൊന്നും വേണ്ട. അമ്മ ഇന്ന് അതിന്റെ അകത്ത് തന്നെ കിടന്നാ മതി, പേടിക്കൊന്നും വേണ്ടെന്നേ. ഞാൻ അതല്ല ആലോചിക്കണം, ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് അങ്കിൾ റൂമിന്റെ അകത്ത് കയറി കിടന്ന് ഉറങ്ങി. പക്ഷെ ഇത്രയും ദൂരത്തിരിക്കുന്ന ക്യാൻഡിൽ കത്തി. എന്നിട്ട് അങ്കിൾ നടന്ന് പുറകിലോട്ട് വന്നു. കയ്യെത്താ ദൂരത്തിരിക്കുന്ന ഗ്ലാസ് പൊട്ടി. ഒരു പ്രശ്നമില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ നടന്നു? എന്തുവാ പെണ്ണെ ഈ പേടിപ്പിക്കുന്നേ? എന്തോ ഒരു ദുരൂഹതയില്ലേ? ഉണ്ടോ? ആലോചിച്ചോക്ക്, നന്നായിട്ട് ആലോചിക്കും. ചേച്ചി, തണുത്ത വെള്ളം ഉണ്ടോ? ഫ്രിഡ്ജുക്കുള്ള ഇരിക്കോ? ഉണ്ടല്ലേ. കനാലി ആര് പേടിപ്പിച്ചെന്ന് ഞാൻ പറയാൻ കൂടി കാര്യം പറയാൻ വന്നല്ലേ. ശ്വാസമേ നിന്നടെ പുറത്ത്. ഞാൻ ആ പുറകിൽ കൂടെ പോയ ജന്നി കൂടെ എത്തി നോക്കി പുള്ളിക്കാരൻ ആ റൂമിനകത്ത് എന്തൊരു ചെയ്യണേന്ന് അറിയാൻ വേണ്ടി. പുള്ളി ആ റൂമിനകത്ത് ഇപ്പൊ കാണാനില്ല. അപ്പൊ എന്റെ പുറകെ തട്ടി വിളിച്ചിട്ട് പറയാണ് ഞാൻ ഇറങ്ങാൻ സമയം എല്ലാരും വിളിയെന്ന്. അങ്കിളെ, അപ്പൊ ഞാൻ പോട്ടെ. അത് ശരി. അപ്പൊ അങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? ഇൻവൈറ്റ് ചെയ്യണമെന്നുള്ളത് ഗൗരിമോളില്ലേ ഇവിടെ? നിങ്ങൾക്ക് എപ്പം വേണേലും വന്നുകൂടെ? നമ്മൾ അങ്കിളുടെ വീട്ടിൽ അങ്ങളെ കാണാൻ പോകുമ്പോഴായിരിക്കും അങ്കിള് വാനിഷ് ആവണത്. വാനിഷായി. അല്ല അങ്കിളെ, ഞാൻ ഉദ്ദേശിച്ചതേ നമ്മൾ കാണാൻ വരുമ്പോ അങ്കിള് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് പോവല്ലോ, അപ്പൊ ആ വാനിഷ് ആണ് ഉദ്ദേശിച്ചത്. അങ്കിളെ, ഞാൻ ലച്ചു ചേച്ചിക്ക് മാജിക് പഠിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം. അതെയോ? എന്താ ചേച്ചി, മാജിക് പഠിക്കാൻ അത്ര വലിയ പാടുള്ള കേസൊന്നും അല്ല. ഇഷ്ടംപോലെ ട്രിക്ക്, പിന്നെ മറ്റേ ബോക്സും ഇരുട്ടും ഒക്കെ വെച്ചുള്ള പരിപാടിയല്ലേ ഈ മാജിക്ക്. അത് മാത്രമല്ല, കുറച്ച് ഫിസിക്സ്, കുറച്ച് കെമിസ്ട്രി, കുറച്ച് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു കൂട്ടം അടിച്ചിട്ടാണ് ഈ മാജിക്ക്. പിന്നെ അത്രയ്ക്ക് കഷ്ടപ്പാടാണെങ്കിൽ ഓൺലൈൻ എടുക്കുക, മാജിക് റിവീലിംഗ് ട്രിക്സ് ഒന്ന് അടിക്കുക. കിൻഡൽ കണക്കിന് കിടക്കില്ലേ, വെറുതെ അങ്കിളിനെ ശല്യപ്പെടുത്താൻ തന്നെ. അങ്കിളെ, ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിലേ അങ്കിളിന് ഇവൻ മാജിക് പഠിപ്പിക്കും. അവൻ മിടുക്കനല്ലേ? എന്റെ പൊന്നങ്ങളെ, അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. ഇവനെ നാളെ കോളേജിൽ പോയിട്ട് വീമ്പളക്കും. മഹാമാജിഷ്യൻ സാമ്രാജ് എന്റെ മുന്നിൽ മുട്ടുമടക്കി. ഞാൻ അങ്ങനെ പറയുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അത്രയും കയറ്റിയൊന്നും പറയില്ല, കുറച്ച് കുറച്ച് പറയും. അങ്കിളിന് ഒരു 2 കാര്യം പറഞ്ഞു തന്നെ പറയാം, അത്രേ ഉള്ളെങ്കിലേ. അങ്ങനൊക്കെ പറഞ്ഞു കൊടുക്കുവോ? ഇല്ല, അങ്ങനെയൊന്നുമില്ലെങ്കിലേ ചുമ്മാ ടൈം പാസിന്. അങ്ങളെ, ഇവൻ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞു കൊടുക്കും കോളേജിൽ പോയിട്ട്. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം ഇങ്ങോട്ട് നീങ്ങ, ഇങ്ങോട്ട് നീങ്ങ. കേശു ഒരു കാര്യം ചെയ്യേ, അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് പോയി ആ മേശയുടെ മുകളിൽ കയറി ചെല്ലേ. അങ്ങളെ, എന്താ പരിപാടി? അത് നോക്കൂ. എടാ മോനെ, നീ ഒന്നുകൂടെ കയറിയിരുന്നേ. മാജിക് ട്രിക്ക് പഠിപ്പിക്കാനായിരിക്കും. ഞാൻ വന്നപ്പോൾ മുതലേ നോട്ട് ചെയ്യുന്നു. നിനക്ക് എന്നെക്കാൾ കൂടുതൽ അറിവാണല്ലേ മാജിക്കിനെ പറ്റിയല്ല. അങ്ങനെയല്ല, ചെറുതായിട്ട്. എന്നാലും ഇതൂടെ പിടിച്ചോ. ഓം ക്രീം ഹോക്കസ് പോക്കസ് റെഡി 1 2 and 3. അങ്ങളെ,
എനിക്ക് ആകപ്പാടുള്ള ഒരേ ഒരു അനിയനെ ഇതിനൊന്ന് നേരേക്ക് തരൂ. എല്ലാം മായ. സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നു. സംഭവാമി യുഗേ യുഗേ. അയ്യോ അതെ. പോവല്ലേ, ഇതിന് നേരേക്ക് തന്നിട്ട് പോ. എന്റെ കൊച്ചിനെ നേരെയാക്കി തന്നിട്ട് പോ. അയ്യോ ഇനി ഇതെങ്ങനെ നേരെയാക്കും? അമ്മമ്മ ഇനി ഇത് നേരെയാക്കണ്ട, നല്ല രസമുണ്ട്. എനിക്ക് കളിക്കാൻ ഒരാളെ കിട്ടിയേ. അമ്മൂമ്മ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് പഴയതുപോലെ ആവണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.